പിടിച്ച മീനിന്റെ വലിപ്പം സ്കെയിൽ വെച്ച് അളന്നു നോക്കിയിട്ട് ആ വലിപ്പം ഒത്തില്ലെങ്കിൽ അതിനെ തിരിച്ച് വെള്ളത്തിലേക്ക് വിടേണ്ട അവസ്ഥ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്നാൽ ഇവിടെ ഓസ്ട്രേലിയയിൽ അതാണ് നിയമം. വലിപ്പം എത്താത്ത മീനുകളെ നമ്മൾ പിടിച്ചു വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഫൈൻ നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് പാതിരാത്രി നമ്മൾ ചൂണ്ടയിട്ട് നല്ല അടിപൊളി സ്നാപ്പർ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടുമ്പോഴും ജസ്റ്റ് അതിൻ്റെ അളവ് നോക്കിയിട്ട് തൂക്കവും വലിപ്പവും ഒന്നും ഒത്തില്ലെങ്കിൽ തിരിച്ചു വിടാൻ മാത്രമേ നമുക്ക് ഗതിയുള്ളൂ. തങ്ങളുടെ രാജ്യത്തെ മത്സ്യസമ്പത്ത് നന്നായി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓസ്ട്രേലിയയിലെ നിയമങ്ങളെല്ലാം ഇങ്ങനെ ഇത്ര കർശനമായിട്ട് നിലകൊള്ളുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ പാടത്തും പള്ളയിലും നമുക്ക് ഇഷ്ടം പോലെ പോയി ചൂണ്ടയിടാനൊന്നും പറ്റത്തൊന്നുമില്ല. അവിടെ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം പ്രത്യേക ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഇവിടെ ചൂണ്ടയിടാനായിട്ട് അനുവാദമുള്ളൂ. 1-2 സ്നാപ്പറൊക്കെ ചെറുത് കിട്ടിയെങ്കിലും അതെല്ലാം നമുക്ക് തിരിച്ചിടേണ്ട വന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ ഇന്നലെ തളർന്നില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി മൗണ്ട് മാർത്ത ഏരിയയിലുള്ള ബീച്ചുകളിലായിരുന്നു. അവിടെ ചൂണ്ടയിടാൻ വേണ്ടി പോയിട്ട് നല്ല അടിപൊളി തിരുതയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വലിയ 1-2 സ്നാപ്പറുകളും ഒരു നല്ല ശീലാവ് എന്ന് പറയുന്ന നാട്ടിൽ ശീലാവ് എന്ന് പറയുന്ന ഒരു മീനും, അതായത് ഇവിടെ പറയുന്നത് കിങ് ജോർജ് വൈറ്റനിങ് എന്ന് പറയുന്ന ഒരു മീനാണ്. അതൊക്കെ നമുക്ക് ഇന്നലെ ആദ്യമായിട്ട് കിട്ടി. ഇതാണ് ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയതിൽ ഏറ്റവും വലിപ്പം ഉണ്ടായിരുന്ന സ്നാപ്പർ. ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് വൈറ്റനിങ് അടിച്ചിട്ടുണ്ട്. ഇതാണ് വൈറ്റനിങ്. അത്യാവശ്യം നല്ല വിലയുള്ള മീനാണ്. എനിക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഇന്നത്തെ മീൻപിടുത്തത്തില്. ഇന്നലെ പിന്നെ എല്ലാവർക്കും സ്നാപ്പറുകളായിരുന്നു മെയിനായിട്ടും അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വലിപ്പം കുറവായിരുന്നതിനാൽ എല്ലാം സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയതിന് ശേഷം വളരെ കുറച്ച് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഡോണിനും പിന്നെ ഡിബിനും ബിനിച്ചേണനും ഒക്കെ പല മീനുകൾ കിട്ടി. പക്ഷെ എല്ലാം തിരിച്ചിടേണ്ട വന്നു. പിന്നെ ഈ കഷ്ടപ്പാടിന്റെയൊക്കെ ഏറ്റവും സന്തോഷകരമായ കാര്യം ആ കിട്ടിയ മീനിനെയൊക്കെ പിടിച്ച് കറി വെച്ചും വറുത്തും നമ്മൾ കഴിക്കുമ്പോൾ ഉള്ള ഒരു സ്വാദുണ്ടല്ലോ, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്